അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു പോരെയോ? ഇത് അള്ളാന്റെ ചോദ്യ. 1450 വർഷങ്ങൾക്ക് മുമ്പ് പടച്ചോന്റെ ചോദ്യം ഇത്. 39-ാം അധ്യായം 36-ാമത്തെ സൂക്താണ് അല്ലേ? എന്നിട്ട് ഇവര് പറയാതെ നമ്മളായി വെച്ചു. എന്നിട്ട് ഇതിലൊരു അധ്യായം ഉണ്ട്, അള്ളാഹു പോരെ. 95-ാമത്തെ അധ്യായം അള്ളാഹു പോരെ. ഇത് കേട്ടാ നമ്മൾ എന്താ വിചാരിക്കുക? ഔ ആശ്വാസായി, പടച്ചോന്തനെ മദീനാണെന്ന് ഇവര് പറയും. ഇത് നമ്മളെ കളിയാക്കുക, മുജാഹിദുകളെ പരിഹസിക്കരുത്. എന്നിട്ട് ഇതിൽ കൊടുത്തോയാണെങ്കില് ഇതിന്റെ 485-ാമത്തെ പേജ്, അള്ളാഹു പോരെ തന്റെ അടിമക്ക് എന്ന ചോദ്യത്തിനർത്ഥം നേരിട്ടും മഹാത്മാക്കൾ മുഖേനയും സഹായിക്കുന്ന അള്ളാഹു പോരെയോ അടിമക്ക് എന്നാണ്. നോക്കൂ, ഒരായത്തിന് ദുർവ്യാഖ്യാനിക്കുന്നേക്കണം. അടുത്ത വാചകം കേട്ടോളി, അല്ലാതെ മഹാത്മാക്കളെ മാറ്റി നിർത്തി നേരിട്ട് സഹായിക്കുന്ന അള്ളാഹു പോരെയോ അടിമക്ക് എന്നല്ല. അല്ല പറഞ്ഞതിന് നേരെതിര്. അല്ല മുഹമ്മദ് നബീനെ പോലും അല്ല ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് ഇവന്റെ വ്യാഖ്യാനം നോക്കണം. ഈ ഫൈസ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കക്കാടെന്ന് പറഞ്ഞ് ഇയാൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കണം, ഇയാൾ പെട്ടെന്ന് മരിച്ചു പോയാൽ കാഫറായിട്ടാ മരിക്കുക. എന്തെങ്കിലും ചിരിച്ചേ? നിങ്ങളെന്താ ചിരിച്ചേ? അള്ളാഹുവിന്റെ ഖുർആൻ തെറ്റാണ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അള്ളാഹിന്റെ ഖുർആന്റെ ആയത്തിനെ തിരുത്തിയൊരു മനുഷ്യൻ എത്രത്തോളം അറിയോ? ഇയാൾ അടുത്ത പേജ് പറയുന്നതറിയോ? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നുള്ളതിന് ഒരു തെളിവില്ല. അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലേ കിട്ടുമെന്ന് ഉറപ്പുള്ളൂ. അള്ളാഹിനെ ഒഴിവാക്കിക്കൊള്ളി. ഇവന്റെ തലയിൽ ഇടുത്തി വീഴണ്ടേ? പക്ഷെ പടച്ചോൻ പരമകാരുണികനായതുകൊണ്ട് അള്ള ഇപ്പൊ അവനെ ശിക്ഷിക്കുന്നില്ല. നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും അവന്റെ സ്ഥാനം. മരിക്കണേനിടക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി പശ്ചാത്തപിച്ച് നല്ല മനസ്സുമായിട്ട് 1 മണിക്കൂർ ജീവിക്കാനും സാധിച്ചാൽ ചിലപ്പോൾ പടച്ചോൻ പുറത്തു വരുന്നത്. മനസ്സിലായോ? എന്താ പറയുന്ന അടുത്ത പേര്? ഏറ്റവും നല്ലത് ചെയ്യേണ്ടത്. കേരളത്തിലെ സുന്നി പ്രസിദ്ധീകരണാലയത്ത് പോയ ഖുർആന്റെ കോപ്പിനേക്കാൾ കൂടുതലുള്ളത് മൊയ്തീമാലയാണ്. ഖുർആന്റെ കോപ്പി അത്ര തന്നെയല്ല. ശരിക്കും മനസ്സിലായിക്കോ? ഏറ്റവും നല്ലത് 96-ാമത്തെ അധ്യായം. ഇത് കണ്ടാൽ തന്നെ നമ്മൾ വിചാരിക്കുന്നത് പടച്ചോനോട് തേടല ഏറ്റവും നല്ലതെന്ന് പറയാണ്. പടച്ചോനോട് തേടാതിരിക്കല ഏറ്റവും നല്ലതെന്നാ പാരഗ്രാഫിലുള്ളത്. അടുത്ത കേട്ടോളി, വായിച്ചുതരാം. ഇതിന്റെ 489-ാമത്തെ പേജ്. എന്താ ചോദ്യം അറിയോ? മഹാത്മാക്കളെ മാറ്റി നിർത്തി, ശ്രദ്ധിക്കണേ, മഹാത്മാക്കളെ മാറ്റി നിർത്തി അള്ളാഹുവിനോട് നേരിട്ട് സഹായം ചോദിക്കലാണ്. ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. അടുത്ത വാചകം അറിയും, കേട്ടോളെ. മറിച്ച് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ് എന്ന വസ്തുത ഖുർആനോ ഹദീസോ തള്ളിക്കളയുന്നില്ല. ഇനി ഇതിന്റെ 490-ാമത്തെ പേജിലുള്ള എന്തറിയോ? ഒരു ഈമാൻ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു കടുകുമണിയോളം വലുപ്പത്തിലുള്ളവന് സഹിക്കാനാവൂല. അടുത്തത് കേട്ടോളി. അതിനാൽ ചോദിക്കുന്നവന് കാര്യം നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കൾ മുഖേനയാണെന്ന് വരുന്നു. കാരണം അതിലേ കാര്യം നേടൂ എന്ന് ഉറപ്പുള്ളൂ. നോക്കണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചു, അള്ളാഹു കൊടുത്തു. ഖുർആനാ പറയുന്നത്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. 7-ാം അധ്യായം 23-ാമത്തെ സൂക്തം. മഹാനായ നൂഹ് നബി, റബ്ബി ഗ്ഫിർ ലീ വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസിദു ളാലിമീന ഇല്ലാ തബാറാ. 71-ാം അധ്യായം 28, 11-ാം അധ്യായം 47. ഇതൊക്കെ നൂഹ് നബിയുടെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചു. ഹുനാലിക ദാ സക്കറിയ റബ്ബഹു ഖാല റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉ ദുആ. ഒരു കുട്ടിനെ തരണമെന്ന് പറഞ്ഞു, അല്ലാഹു കൊടുത്തു. സക്കറിയ നബിക്ക് 3-ാം അധ്യായം 37. റബ്ബി ഹബ് ലീ മിനസ് സ്വാലിഹീൻ 37-ാം അധ്യായം 100. ربي قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين 12-ാം അധ്യായം 101. ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 25 മുതൽ 28 വരെ. ആയക്കടലിൽ 5 ഇരുട്ടറകൾക്കുള്ളിൽ മഹാനായ യൂനുസ് നബി പ്രാർത്ഥിക്കുന്നു. അല്ലേ, രാത്രിയുടെ ഇരുട്ട്, തിരമാലകളുടെ ഇരുട്ട്, ആയക്കടലിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ട്, ഈ ഇരുട്ടറകൾക്കുള്ളിൽ നിന്ന് മഹാനായ യൂനുസ് നബി പ്രാർത്ഥിക്കുന്നു, പടച്ചവനേ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ.
പ്രാർത്ഥന ആരോടാ? അല്ലാഹുവിനോട്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈമുട്ടുകൾ കാൽമുട്ടുകൾ നിലത്ത് വെച്ച് ആകാശത്തേക്ക് കൈയുയർത്തി ഇത് തസൈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. അല്ലാഹ് നേരിട്ട് കൊടുത്തു. ഇയാൾ പറയാണ് അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന തെളിവില്ല. ഖുർആനിലെ മുഴുവൻ പ്രാർത്ഥനകളും അള്ളാഹുവിനോടാണ്, ഹദീസിലെ മുഴുവൻ പ്രാർത്ഥനകളും അള്ളാഹുവിനോടാണ്. ഒരുപാട് സക്കാബിമാർ ഇവിടെ നാടുവായുന്നുണ്ടല്ലോ. ആ സക്കാബിമാരോട് എഴുതി ചോദിക്ക്, ധൈര്യമുണ്ടെങ്കിൽ ഒരു നബി അല്ലാത്തവരോട് പ്രാർത്ഥിച്ചങ്ങോട്ട് എഴുതി തരാൻ പറ. മീശ പാതി പഠിച്ചിട്ട് ഉള്ളാളം ടൗണില് ദർഗ നേർച്ചയില് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും മുജാഹിദ് വാലിച്ച്. മനസ്സിലായി? അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരു നബീന്റെ പേര് ഇന്നായത്തിൽ ഇന്ന നബി അല്ലാത്തവരുടെ ഇതായിരുന്നു. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങളിൽ മുഴുവൻ അമ്പിയാക്കൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു. അതിന് തെളിവുണ്ട്. അല്ലാത്തവരെ പ്രാർത്ഥിച്ചതിന് തെളിവില്ല. മുഴുവൻ അമ്പിയാക്കളുടെയും പിൻബലമുള്ള മുജാഹിദുകളുടെ കൂടെ കൂടലാണോ ബുദ്ധി? ഒരൊറ്റ നബിയുടെ പിൻബലമില്ലാത്ത സുന്നിന്റെ കൂടെ കൂടലാണോ? നിങ്ങൾ ചിന്തിക്കുക. അതായത് മുഴുവൻ അമ്പിയാക്കളുടെയും പിൻബലമുള്ള സെൽസബീൽ പള്ളിയിൽ കുത്തുബടത്തുന്ന ഖത്തീബിന്റെ കൂടെയാണോ കൂടേണ്ടത്? ഒറ്റ നബീന്റെ പിൻബലമില്ലാത്ത മുതുകുട സക്കാഫിന്റെ കൂടെയാണോ കൂടേണ്ടത്? എന്തിനാ കുറയ്ക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുക. ആരെ കൂടെയാണ് കേൾക്കേണ്ടത്? ആരെ കൂടെയാണ് നിൽക്കേണ്ടത്? ഹദീസുകളായ ഒരൊറ്റ ഹദീസ് ഗ്രന്ഥങ്ങളിലും അല്ലാത്തവരുടെ പ്രാർത്ഥന ഉണ്ടോ? വീട് വിട്ടിറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വാഹനത്തിലേക്ക് കയറുമ്പോ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഒന്നു എടുക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്ന് എടുത്തു കഴിഞ്ഞാലോ പ്രാർത്ഥന. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലോ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തഅമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ ഫസീലത വൽ ഫളീലത വബഅസഹു മകാമൻ മഹ്മൂദ അല്ലദീ വഅത. ഖലാസ് പ്രാർത്ഥന. അത് കഴിഞ്ഞ് വെളിയിലേക്ക് വലതുകാല് വെച്ച് കയറുക. അല്ലാഹുമ്മ ഇബ്തഗ്ലി അബ്വാബ റഹ്മതിക അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. നിസ്കാരത്തിലോ വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് കഴിഞ്ഞ് വാഹനത്തിൽ കയറിയ പ്രാർത്ഥന, എവിടെ കയറിയാലും പ്രാർത്ഥന, പുതുവസ്ത്രമിട്ട പ്രാർത്ഥന, എല്ലാ രംഗത്തും അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്കൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബില. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വസ്തഗ്ഫിറുല്ലാഹ്